ഡൊണാൾഡ് ട്രംപിന്റെ സാമ്രാജ്യ മോഹങ്ങൾ. അധികാരമേൽക്കാൻ ഇനിയും വെറും ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവാദ പ്രസ്താവനകളുമായി വീണ്ടും ലോകശ്രദ്ധയിലേക്ക് എത്തുന്നത്. തന്റെ പുതിയ പ്രസ്താവനയിൽ ട്രംപ് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ വലിപ്പം കൂട്ടാൻ ശ്രമിക്കുമെന്ന് വെളിപ്പെടുത്തി. അമേരിക്കയെ ഒരിക്കൽ കൂടി മഹത്തരമാക്കാൻ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡം മൊത്തമായി കൈവശപ്പെടുത്താനുള്ള തന്റെ ആഗ്രഹം ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചത്. ഇതിനായി കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുമെന്നും ഗ്രീൻലാൻഡിനെ ഡെൻമാർക്കിൽ നിന്നും വിലയ്ക്ക് വാങ്ങുമെന്നും പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നപ്പോഴും സമാനമായ പ്രസ്താവനകൾ നടത്തി ട്രംപ് വിവാദങ്ങൾക്ക് തിരികൊടുത്തിരുന്നു. രണ്ടാം തവണ പ്രസിഡന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 78-കാരനായ ഡൊണാൾഡ് ട്രംപ് വിവാദങ്ങളുടെ സാന്തത സഹചാരിയാണ്. ഗ്രീൻലാൻഡിന്റെ സുരക്ഷയ്ക്ക് അമേരിക്കൻ ഐക്യനാടുകളോടൊപ്പം ചേരുന്നതാണ് നല്ലതെന്നും പറഞ്ഞ ട്രംപ് തന്റെ മകൻ ട്രംപ് ജൂനിയറിന്റെ ഗ്രീൻലാൻഡ് സന്ദർശനം അവിടുത്തെ ജനഹിതം കൂടെ അറിയാനാണെന്നും വെളിപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള സ്വയംഭരണാവകാശമുള്ള പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിന്റെ 80% മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടതാണ്. 56,583 ഈ ദ്വീപിന്റെ ജനസംഖ്യ. ഗ്രീൻലാൻഡിനെ കൂടെ അമേരിക്കയുടെ കൂടെ ചേർക്കാൻ ട്രംപിന് കഴിഞ്ഞാൽ റഷ്യയെ മറികടന്ന് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായി മാറും. കൂടാതെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് എത്താനുള്ള ദൂരവും കുറയും. ഇത് യൂറോപ്പിലേക്കും അമേരിക്കൻ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇടവരും. കാനഡയിലെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരം അമേരിക്കയുടെ 51ാം സംസ്ഥാനമാകുക എന്നതാണെന്ന് പറഞ്ഞ ട്രംപ് സ്ഥാനമൊഴിയുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്ന് സംബോധന ചെയ്ത് പരിഹസിച്ചു. കാനഡയിലെ ജനങ്ങൾ അമേരിക്കയ്ക്കൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. കാനഡയ്ക്ക് ചുറ്റും ചൈനീസ്, റഷ്യൻ പടക്കപ്പലുകൾ വലം വയ്ക്കുന്നുണ്ടെന്നും അമേരിക്കയോടൊപ്പം ചേർന്നാൽ പ്രദേശം സുരക്ഷിതമാവുമെന്നും ട്രംപ് പ്രസ്താവിച്ചു. പനാമ കനാലിൽ ചൈനയ്ക്കുള്ള സ്വാധീനം അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും വേണ്ടി വന്നാൽ പനാമയിൽ അമേരിക്ക അധിനിവേശം നടത്തുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. 1977 പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്കയിൽ നിന്നും പനാമ ഏറ്റെടുത്തിരുന്നു. 1989 ജോർജ് H.W. ബുഷ് പനാമയിൽ അധിനിവേശം നടത്തിയിരുന്നു. ക്യൂബയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അധിനിവേശം നടത്തി വൻ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച ചരിത്രമുള്ള അമേരിക്ക ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് ലോക പോലീസ് എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിനിവേശ മോഹങ്ങൾ 3ാം ലോകയുദ്ധത്തിന് വഴിവെക്കുമോ എന്നാണ് ലോകരാജ്യങ്ങളുടെ ആശങ്ക.